ഞങ്ങൾ ഏകദേശം 3:30-ക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയത്. കാലടി ഭാഗങ്ങളിലേക്ക് എത്തിയപ്പോൾ വലിയ ട്രാഫിക് ബ്ലോക്കും മറ്റും ഉണ്ടായി. 1.25-1.5 മണിക്കൂറോളം അങ്ങനെ നഷ്ടമായി. അതുകൊണ്ട് ആദ്യം തന്നെ താമസിച്ചത് ഓരോരുത്തരോടും ക്ഷമ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ശ്രീ ജോയ്, അദ്ദേഹം മെൻസ് റൈറ്റ് ഫൗണ്ടേഷന്റെ ഏറ്റവും ശക്തമായ സാരഥിയും ഇത്രയും ജോയ് അറക്കൽ മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ MRF അഥവാ മെൻസ് റൈറ്റ് ഫൗണ്ടേഷന്റെ വളരെ ശക്തനായ സാരഥി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പ്രവർത്തികൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയുമാണ്. എൻ്റെ പേര് രാഹുൽ ഈശ്വർ. മെൻസ് കമ്മീഷൻ എന്നൊരാശയം പ്രപ്പോസ് ചെയ്യുകയും ബഹുമാനപ്പെട്ട കേരള നിയമസഭ ഇപ്പോൾ ഒരു ബില്ലായി മെൻസ് കമ്മീഷൻ ബിൽ, പുരുഷ കമ്മീഷൻ ബിൽ 2025 സ്പീക്കറുടെ അനുമതി ലഭിച്ചിരുന്നു. ശ്രീ എൽദോസ് കുന്നപ്പള്ളിയായിരുന്നു അവതരിപ്പിക്കാനിരുന്നത്. പക്ഷേ കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടി അത് ഒരു റൗണ്ടും കൂടെ വി ഡി സതീശൻ ജി, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, കുറച്ചുകൂടെ ചർച്ചകൾക്ക് വേണ്ടി അത് പാർട്ടിക്കുള്ളിലേക്ക് എടുക്കുന്നു. അതെല്ലാം അതിനു വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ മുകേഷ് നായർ. പക്ഷേ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ നല്ലൊരു വാക്ക് ഒരു അതിജീവിതനാണ് പുള്ളി എന്നാണ്. പൊതുവെ അതിജീവിത എന്ന വാക്കാണ് നമ്മൾ കേൾക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു അതിജീവിതനാണ്. ചിലരെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു കേസിന്റെ ആദ്യ ഭാഗം കണ്ടു കാണും, മാധ്യമങ്ങൾ പോലും രണ്ടാമത്തെ ഭാഗം കണ്ടു കാണില്ല. പുള്ളിയുടെ കേസ് അദ്ദേഹം തന്നെ പറയും. അതിനുമുമ്പ് എനിക്ക് കൗതുകത്തോടു കൂടി വിശദീകരിക്കാനുള്ളത്, ഇദ്ദേഹം ഒരു ആൽബം അല്ലെങ്കിൽ ഒരു വീഡിയോ ഷൂട്ടിൽ അഭിനയിക്കുന്നു. അതിൽ 10-12 വേറെ ആൾക്കാരുണ്ട്. 2 മാസത്തിന് ശേഷം അതിൽ 15 വയസ്സിൽ താഴെ ഒരു പെൺകുട്ടി അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞ് പുള്ളി പോക്സോ കേസിലെ 1-ാം പ്രതിയാണ്. ബഹുമാനപ്പെട്ട കോടതി വളരെ ശക്തമായി ഇടപെട്ട് പോക്സോ കേസുകളിൽ വളരെ റെയറായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം ചെയ്ത് മുകേഷിന് നീതി കൊടുക്കുകയുണ്ടായി. ഈ കേസിലേക്ക് മുകേഷ് നായരെ ഫോൾസ്ലി ഡ്രാഗ്ഡ് ആണ് എന്ന് വിധിന്യായത്തിൽ എഴുതി വെച്ച് അദ്ദേഹത്തിന് ജാമ്യവും മറ്റും കിട്ടുകയുണ്ടായി. ഇദ്ദേഹം ആ വ്യക്തികളോട് അവിടെ ബാക്കി ആ പെൺകുട്ടിയുടെ അമ്മ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. ബാക്കി 12 പേരുണ്ടായിരുന്നു. അതിന്റെ ക്രൂ ഉണ്ടായിരുന്നു. അതിൽ അഭിനയിച്ചു എന്നൊരു തെറ്റാണ് പുള്ളി ചെയ്തത്. ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസറാണ്. ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻ ഒക്കെ പോയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ മറ്റൊരു ഇൻഫ്ലുവൻസർക്ക് പുള്ളിയോടുള്ള വ്യക്തിപരമായ ദേഷ്യവും ഇവർ തമ്മിലുള്ള കിടമത്സരവും ജലസിയും പരസ്പര കോമ്പറ്റീഷൻ കാരണം പുള്ളിക്കെതിരെ കേസ് കൊടുക്കുകയും പുള്ളി പോക്സോയിൽ 1-ാം പ്രതിയാകുകയും ചെയ്തു. ഞങ്ങൾ എന്നിട്ട് കണ്ടത് ദുബായിൽ വെച്ചാണ്. ദുബായിൽ വെച്ച് ഞാൻ കണ്ടു. എനിക്ക് ജാമ്യം കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വളരെ ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ട് MRFന്റെ പ്രോഗ്രാം മുകേഷിന്റെയും കേസിൽ നോക്കി പറയാം. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം 58 മുതൽ 60 MLA വരെ കാണുകയുണ്ടായി. പുരുഷ കമ്മീഷൻ ബില്ലിന്റെ ആവശ്യവുമായി ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടേറിയറ്റ് തന്നെ പുരുഷ കമ്മീഷൻ ബില്ല് 140 MLA മാർക്കും എത്തിച്ചിട്ടുണ്ട്. ശ്രീ ഷംസീർ, നമ്മുടെ നിയമസഭയുടെ സ്പീക്കർ, പ്രൈവറ്റ് ബില്ലായിട്ട് അത് അവതരിപ്പിക്കാൻ അവസരവും നൽകിയിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ തന്നെ പുരുഷാവകാശ കമ്മീഷന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം പോയ ഒരു മൂവ്മെന്റ് ആണ്. ബാക്കി സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളത്തിൽ അവതരിപ്പിക്കുന്ന ബില്ലിന്റെ ഇംഗ്ലീഷ് കോപ്പികൾ നമ്മൾ അയച്ചു കൊടുക്കുകയും കേരളത്തിൽ അവതരിപ്പിച്ചതിന് ശേഷം അതാത് നിയമസഭകളിലും മറ്റും ഇതൊരു കീഴ്വഴക്കമുണ്ട് എന്ന് കാണിച്ച് അവതരിപ്പിക്കാൻ പ്രൈവറ്റ് മെമ്പർ ബില്ലായിട്ടാണ് ഇപ്പൊ അവതരിപ്പിക്കാൻ നോക്കുന്നത്. വിജയിക്കാനുള്ള സാധ്യതകൾ വലിയ രീതിയിലില്ല ചില സംസ്ഥാനങ്ങളിൽ ഒഴിച്ച്. പക്ഷേ ഇത് പ്രൈവറ്റ് മെമ്പർ ബില്ലായിട്ടെങ്കിലും അവതരിപ്പിച്ചാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു എന്നൊരു വില, സാങ്ക്ടിറ്റി, ലെജിറ്റിമസി, ക്രെഡിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ കിട്ടും. അത് കുറച്ച് ദൂരമെങ്കിലും ഇത് പോകാനുള്ള കാര്യമാണ്. ഇതിൽ 2-3 മിനിമൽ ഡിമാൻഡുകളെ പറയുന്നുള്ളൂ. അതിലൊന്ന് മുകേഷിന്റെ കേസ് പോലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോ മുകേഷിനെതിരെ കേസ് വന്നപ്പോൾ എല്ലാ മീഡിയയും വലിയ ഫോട്ടോ ഒക്കെ വെച്ച് മുകേഷിന്റെ പേരും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്നു. ഇൻഫ്ലുവൻസർ മുകേഷ് നായർ, പോക്സോ കേസിലെ 1-ാം പ്രതി നോക്കി. പക്ഷെ കോടതി ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോ വാർത്തകളും വന്നില്ല, ബാക്കി കാര്യങ്ങളും വന്നില്ല. ഇതിന്റെ പ്രശ്നം ഇദ്ദേഹം അടക്കമുള്ളവരുടെ ജീവിതത്തെ അത് ബാധിക്കുകയല്ലേ. വീട്ടിൽ ഏകദേശം 15 വയസ്സുള്ള ഒരു മകളുണ്ട്, വീട്ടിൽ അമ്മയുണ്ട്, കുടുംബമുണ്ട്. ഇവരെ എല്ലാം അത് ബാധിക്കുകയല്ലേ. അപ്പൊ മീഡിയക്കാർ പലപ്പോഴും, നിങ്ങളുടെ തെറ്റല്ല, ആരുടെയും തെറ്റല്ല, ഈ വാർത്തകൾ വരുമ്പോൾ വലിയ രീതിയിൽ ഇവർക്ക് എന്തോ വലിയ തെറ്റുണ്ടെന്ന് കൊടുക്കും. എന്നാൽ ഇവർക്ക് അനുകൂലമായ ഒരു വാർത്തയോ അല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായ കോടതി വിധിയോ വന്നാൽ പലപ്പോഴും കൊടുക്കാറുമില്ല. ടെക്നോ പാർക്കിലൊക്കെ അങ്ങനെ ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഞാൻ HR വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്, ഈ ആക്ടിവിസം അല്ലാതെ. അപ്പൊ ഞങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്നൊരു കാര്യം ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് ചെക്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ ഈ പയ്യനെതിരെ ഒരു പോക്സോ കേസോ ഒരു പീഡന കേസോ ഒരു ഏതെങ്കിലും പെൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസോ കാണുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ ഓപ്ഷൻ ഇല്ല. അപ്പോ അറ്റ്ലീസ്റ്റ് ഈ ഫോളോ അപ്പ് ന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ന്യൂസ് ആയിട്ടോ എങ്കിലും ഇവർക്ക് കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി കിട്ടിയെന്ന് പറയാനുള്ളൊരു സ്പേസ് പോലും പലപ്പോഴും നമ്മുടെ മീഡിയയും പൊതുസമൂഹവും നൽകാറില്ല. ഒന്ന്, അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന സൊല്യൂഷൻ വളരെ മിനിമലാണ്. ഏറ്റവും മിനിമൽ ഡിമാൻഡാണ് വെക്കുന്നത്.
പെൺകുട്ടിയുടെ പേര് പറയാൻ പാടില്ല. വളരെ ശരിയായ നിയമമാണ്. അതിജീവിത എന്ന് വിളിക്കുന്നുണ്ട്, സർവൈവർ എന്ന് വിളിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ പേര് ഇങ്ങനെ ഒരു കേസ് വന്നാൽ പറയാൻ പാടില്ല. കോടതി പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ പുരുഷന്റെയും പേര് പറയാൻ പാടില്ല. അതൊരു ഫെയർ ഡിമാൻഡാണ്. അതായത് പെൺകുട്ടിയുടെ പേര് പറയാത്തതുപോലെ കോടതി പ്രഥമ ദൃഷ്ടിയെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്താതെ ഈ പുരുഷന്റെയും പേര് പറയാൻ പാടില്ല. ഇനിയും ഞങ്ങളുടെ എല്ലാം ആക്ടിവിസ്റ്റിന്റെ ഭാഗമായി കൂടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിന്യായത്തിന്റെ ഭാഗമായി ഇത് എഴുതി ചേർത്തിട്ടുണ്ട്. അത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വന്നപ്പോഴും, ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചിൽ വന്നപ്പോഴും, ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിൽ വന്നപ്പോഴും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയുണ്ടായി, അക്യൂസ്ഡ് ഓൾസോ ഹാവ് എ റൈറ്റ് ടു പ്രിവസി. ആരോപിതനും സ്വകാര്യതയ്ക്കുള്ള അവകാശവും അധികാരവും ഉണ്ട്. അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാലില്ല, അതിന് മുമ്പുണ്ട്. അപ്പോ അതാണ് ഒന്ന്. രണ്ട്, പുരുഷ കമ്മീഷൻ. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വൺ ഓഫ് ദി ഫസ്റ്റ് സ്റ്റേറ്റ്സ് യുവജന കമ്മീഷൻ വരുന്നത്. ആ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ വരിക, ലീഗൽ മെന്ററിംഗ്, ഫ്രീ ലീഗൽ എയ്ഡ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുക. ഓൾറെഡി കോടതികളുണ്ട്, എന്നിട്ട് നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, വനിതാ കമ്മീഷനുണ്ട്. എന്തുകൊണ്ടാണ്? വനിതകൾക്ക് നമ്മൾ ആരും ചോദിക്കാറില്ല, വനിതകൾക്ക് കോടതിയിൽ പോയാൽ പോലെ, വനിതകൾ മനുഷ്യനാണ്, എന്നാൽ വനിതകൾക്ക് മനുഷ്യാവകാശ കമ്മീഷനിൽ പോയാൽ പോലെ എന്നാലും ചോദിക്കാറില്ല, ചോദിക്കുകയും ചെയ്യരുത്. വനിതാ കമ്മീഷൻ മഹത്തരമായ സേവനമാണ് ചെയ്യുന്നത്. അതേപോലെ പുരുഷ കമ്മീഷൻ വേണം എന്നുള്ളതാണ് മറ്റൊരു റിക്വസ്റ്റ്. കാരണം ഇപ്പൊ നമ്മൾ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം 8 അല്ലെങ്കിൽ 9 മിനിറ്റ് ആയിക്കാണ്. ഈ സമയത്തിനുള്ളിൽ ഇന്ത്യയിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2 പുരുഷന്മാർ ആത്മഹത്യ ചെയ്തു എന്നാണ്. നമ്മൾ ഈ സംസാരിച്ചു വരുന്ന 9 മിനിറ്റിനകം ഇന്ത്യയിൽ എവിടെയോ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ കാരണം 2 പുരുഷന്മാർ ആത്മഹത്യ ചെയ്തു. ഓരോ 4.5 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു. ഓരോ 11 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു സ്ത്രീ, അല്ലെങ്കിൽ 10:45, 10.5 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നതുമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. അത്രമാത്രം സിവിയർ ആയ ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ് നാളത്തെ പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ മുകേഷിന്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നാളത്തേക്ക് വരാം. ഇപ്പൊ ഇവിടെ ഒരാൾ വന്ന് നിൽപ്പുണ്ട് തൊട്ട് താഴെ, മേളിൽ വരാൻ പേടിച്ച്. കുട്ടികൾ ചെയ്യുന്നതിലും അദ്ദേഹത്തിന്റെ വൈഫും താഴെ തൊട്ടപ്പുറത്ത് മാറി നിൽക്കുക. കുട്ടികൾ ചെയ്യുന്നതിന് അനുകൂലമായ സുപ്രീം കോടതി വിധി ഉണ്ടായി, കുട്ടികൾ ചെയ്യുന്നതിന് ജാമ്യം കിട്ടി. ഈ കുടുംബ തർക്കത്തിന്റെ ഭാഗമായി പോക്സോ കേസ് കൊണ്ടുകൊടുത്തു. 4 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു വ്യാജ കേസ് കുട്ടികളിനെതിരെ കൊണ്ടുകൊടുത്തു. അദ്ദേഹത്തിന്റെ സിനിമാ അവസരങ്ങൾ നഷ്ടമായി. 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. കാര്യം അറസ്റ്റ് ചെയ്യപ്പെട്ട് വീണ്ടും വന്ന് ടി വി വന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ മറ്റും ബാധിക്കുമെന്ന് പറഞ്ഞ് 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. സുപ്രീം കോടതിക്ക് അവസാനം ഫ്ലിംസി കേസാണ്, നമുക്ക് വായിക്കുമ്പോൾ അറിയാം. അതായത് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന കേസ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹം തൊട്ട് താഴെ ഹെറിറ്റേജ് ഹോട്ടൽ അവിടെ തൊട്ട് താഴെ അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. ഇന്ന് ഇവിടെ കേറാന്ന് പറഞ്ഞ് നിന്നതാണ്. ഇന്ന് ഞങ്ങളോടൊപ്പം പ്രസ് മീറ്റ് വിളിച്ചിട്ട് നാളെ MRFന്റെ പരിപാടിയിൽ പങ്കെടുക്കാന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പോ ഹൈക്കോടതിയിലെ, ഇപ്പൊ സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ, ഹൈക്കോടതിയിലെ മുമ്പ് ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ബസന്ത്, അല്ലെങ്കിൽ ഇപ്പൊ അഡ്വക്കേറ്റ് ബസന്ത് ആണ് നമുക്ക് വേണ്ടി വാദിക്കുന്നത്. ബസന്ത് സാറും കൂടുതൽ ആരും പറഞ്ഞു, നിങ്ങൾ ഇനി കയറിയ അവര് വീണ്ടും ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു പോകും, വീണ്ടും നിങ്ങൾക്ക് ഇത്രയും കാശ് തരാവും, എന്തിനാണ് ചെയ്യുന്നത്? ഈ വ്യാജ കേസ് കൊടുക്കുന്നവരുടെ പ്രത്യേകത എന്താ അറിയോ? അവർക്ക് ഒരു പോലും കയ്യിൽ ചിലവാകുന്നില്ല. അതായത് ഇവരുടെ ബന്ധുവാണ്, ആരെന്ന് പറയാൻ എന്നെ നിയമം അനുവദിക്കുന്നില്ല. അതായത് ഇവരുടെ തന്നെ ഒരു ബന്ധുവാണ് ഇത് ചെയ്യുന്നത്. ആ ബന്ധുവിന് വെറുതെ സ്റ്റേറ്റിന്റെ പ്രോസിക്യൂട്ടറോട് പോയി പറഞ്ഞാൽ മതി, നമുക്ക് ജാമ്യം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി മൂവ് ചെയ്യണോ? ഒരു പോലും കയ്യിൽ ചിലവാകുന്നില്ല. ഇവർക്ക് വസന്ത് സാറിനെ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് അത് വേണ്ടാന്ന് പറയാൻ ലക്ഷക്കണക്കിന് രൂപ ചിലവാകുവാണ്. ഇതാണ് ഇതിലെ പ്രശ്നം. ഒരു ബുദ്ധിമുട്ടുമില്ല. ശ്രീ സിദ്ദിഖിന് 10-40 ലക്ഷം രൂപയാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഫൈറ്റ് ചെയ്യുന്നതിന് ചെലവ്. മറുഭാഗത്ത് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിക്ക് ഒരു രൂപ പോലും ഇല്ല. ഫേസ്ബുക്കിൽ വെറുതെ ഒരു പേര് എഴുതിയിട്ടാണ്, തെളിവ് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്ത് വെച്ചാൽ അമ്മയുടെ അടക്കം ഒരു എൻറ്റയർ ജനറൽ ബോഡി റിസൈൻ ചെയ്യേണ്ടി വരും. വെറുതെ ഒരു ആരോപണമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അദ്ദേഹത്തിലേക്ക് കൂടെ പോവാം. ഞാൻ സ്ഥിരം മുകേഷിനോട് കൂടെ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. മുകേഷ് ഇപ്പോൾ ഞങ്ങൾ DGPയെ പോയി കണ്ടു, ധർമ്മേഷ് ഷാഹിനെ പോയി കണ്ടു. ഈ വ്യാജ പരാതികൾക്കെതിരെ ഒരു ഫ്രെയിം വർക്ക് വേണം, ഇദ്ദേഹത്തിനെതിരെ വ്യാജ പരാതിയാണ്, ഗൂഢാലോചനയാണ്, ഒരു അന്വേഷണം നടത്തണം. അദ്ദേഹം വളരെ സഹകരിച്ചു, പോസിറ്റീവായി അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു. ഡെഫിനറ്റ്ലി യെസ്. ഞാൻ വെളിയിറങ്ങി മുകേഷിനോട് പകുതി തമാശയും പകുതി സീരിയസുമായിട്ട് പറഞ്ഞു, കേരളത്തിന്റെ ഏറ്റവും ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി വന്നെന്ന് കോടതി പറഞ്ഞിട്ട് പോലും, അദ്ദേഹത്തിനെതിരെ സരിത കൊടുത്തത് ഫേക്ക് കേസ് ആണെന്ന് കോടതി പറഞ്ഞിട്ട് പോലും സരിതയ്ക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. നിവിൻ പോളി കേരളത്തിൽ നിൽക്കുമ്പോൾ ദുബായിൽ വെച്ച് എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് വ്യാജ പരാതി കൊടുത്ത കുട്ടിക്ക്, അന്നത്തെ DGPക്ക് നിവിൻ പോളി പരാതി കൊടുത്തിട്ട് ഗുണമുണ്ടായിരുന്നു. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തി 49 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. എന്റെ ഒബ്സർവേഷൻ അല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒബ്സർവേഷനാണ്. അവർക്കെതിരെ ഇതുവരെ ഒരു കേസ് എടുത്തിട്ടില്ല. അപ്പൊ മുകേഷിന് നീതി കിട്ടുമെന്ന് മുകേഷിന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്നാണ് പ്രതീക്ഷ. കിട്ടണമെന്ന് പറഞ്ഞാണ് പോകുന്നത്.
ഇതിന്റെ ബുദ്ധിമുട്ട് അത്രയും പ്രശ്നങ്ങളിലൂടെയാണ് പുരുഷന്മാർ കടന്നു പോകുന്നത്. നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മുടെ സഹോദരൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അങ്ങനെ ഒരു കേസിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, നൌഷാദ് എന്ന് പറഞ്ഞ കണ്ണൂരിലെ ഒരാളുടെ കേസിലാണ് ഹൈക്കോടതി എന്ന പേരെടുത്ത് പറഞ്ഞ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇതേപോലത്തുള്ള കേസുകൾ രാഹുൽ ഈശ്വർ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഹൈക്കോടതി ജഡ്ജി ഓപ്പൺ ബെഞ്ചിൽ വെച്ച് പറയുകയുണ്ടായി. അത്രമാത്രം കേസുകളുണ്ട്. അതുകൊണ്ട് മീഡിയക്കാരോടുള്ള ഏക റിക്വസ്റ്റ് ആ പുരുഷ കമ്മീഷനിൽ നിന്നുള്ള ഡിമാൻഡിനെ ആംപ്ലിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ മെറിറ്റ് നോക്കി നിങ്ങൾ ആംപ്ലിഫൈ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. മുകേഷിന്റെ അനുഭവം കൂടെ കൊടുക്കുകയും അതിനുശേഷം MRFന്റെ പ്രോഗ്രാമിലേക്ക് വരികയും ചെയ്യും. രാഹുൽജി പറഞ്ഞല്ലോ, എനിക്ക് നീതി കിട്ടുന്ന കാര്യത്തിൽ സംശയമാണ്. നമ്മൾ ബഹുമാനപ്പെട്ട DGP കൊടുത്ത പരാതിയുടെ കാര്യത്തിലാണ്. പക്ഷേ ഈ ഒരു കേസ് ഉണ്ടായപ്പോൾ നമ്മൾ സമീപിച്ചത് തിരുവനന്തപുരം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ്. അപ്പം അവിടെ നിന്ന് ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കുകയും എന്നെ ഫോഴ്സ്ലി അല്ലെങ്കിൽ ഡ്രാഗ്ഡ് ആണ് ഈ കേസിൽ നിന്ന് ഈ ബെയില് തന്ന അതിൽ തന്നെ പറയുകയും അതിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ 2.5 മാസത്തിൽ കൂടുതൽ എന്തിനെടുത്തു പരാതി കൊടുക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കെല്ലാം പറയാനില്ല. കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ റെഗുലേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയെ ബഹുമാനിക്കുന്നതുകൊണ്ട് ഒന്നും പറയുന്നില്ല. പക്ഷെ അത്തരം കാര്യങ്ങളിലേക്ക് വ്യാജമായി കേസിലേക്ക് ആരെയും വലിച്ചഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു മെൻസ് കമ്മീഷൻ ഒരു ആശയം ഞാൻ വാർത്തയിൽ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ ഞാൻ പുച്ഛിച്ച് തള്ളിയ ഒരാളാണ്. പുള്ളി ജോലി ഇത് നടക്കുന്ന കാര്യമാണ്. സീരിയസ് ആയിട്ട് വളരെ എന്നെ സുഹൃത്ത് വലയത്തിൽ നിന്ന് പലരോടും പറഞ്ഞു, സത്യമായിട്ട് പുള്ളി എടുത്തുകൊണ്ട് ഞാൻ പുള്ളിക്ക് വട്ടാണ്. എന്താണ് പുള്ളി ചെയ്യുന്നത്? സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യാജ കേസ് വന്ന ഒരു അനുഭവം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു സാധനത്തിന്റെ ആവശ്യം എന്താണ്. കാരണം എവിടെ പോയി പറയും, ആരുണ്ടാവും? കാരണം ഇതൊരു ഫ്രെയിംഡ് കേസാണെന്ന് എന്റെ ഭാഗ്യം കൊണ്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ബെയിൽ കിട്ടി. എനിക്ക് പകരം വേറൊരാളായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് ഇത് കോടതിയെ ബോധിപ്പിക്കും. ഞാൻ എല്ലാ തെളിവുകളും എന്റെ വക്കീൽ വഴി കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ ഈ കുട്ടി കാശ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഈ കേസ് കൊടുക്കുന്ന 24 മണിക്കൂർ മുമ്പ് കുട്ടിയുടെ അമ്മയും കുട്ടിയുടെ കാശ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ തെളിവുകൾ ഉൾപ്പെടെ എല്ലാം ഞാൻ കോടതിയിൽ ഹാജരാക്കി. ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഈ കേസ് കൊടുക്കുന്നതിന് തലേ ദിവസം വരെ ഒരു പ്രശ്നമില്ലാതെ ഉള്ള സംഭാഷണങ്ങളെല്ലാം ഈ എന്നെ ഒരു ഷൂട്ടിനെ വിളിക്കുന്ന ഒരു ഏജൻസിയാണ്, അവരോട് സംഭാഷണം നടത്തിയതെല്ലാം പ്രൂഫുകൾ കൊടുത്തില്ലായിരുന്നു. ഇതൊക്കെ എനിക്ക് ഹാജരാക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു 90 ദിവസം അല്ലേ. മുകേഷിന്റെ ഭാഗ്യത്തിന് ആ കുട്ടി വോയിസ് നോട്ടായിട്ടാണ് കാശിന്റെ റിക്വസ്റ്റ് അയച്ചത്. മുകേഷിന്റെ ഭാഗ്യത്തിന്, അതായത് ഒരു അവരുടെ ആ കുട്ടിക്ക് ജനുവിറ്റി കാശിന്റെ ആവശ്യം കാണാം. പക്ഷെ അത് മുകേഷിന് ഉത്തരവാദിത്തമല്ലോ. ആ വ്യക്തിയുടെ പിതാവിന് അസുഖമായിട്ട് മറ്റും എനിക്ക് ഇതിന്റെ കാശ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഇത് കൊടുക്കാൻ തയ്യാറായില്ല. പുള്ളിയുടെ ഒരു പക്ഷേ കാണില്ല, അല്ലെങ്കിൽ ഇപ്പൊ കൊടുക്കണ്ട, ചിലപ്പോൾ വിശ്വാസം തോന്നിയില്ല. അതും ഇത് തന്നെയാണ് മുകേഷ്, നമ്മുടെ സിനിമാ നടൻ. ഈ മുകേഷ് അല്ല, നമ്മുടെ സിനിമാ നടൻ മുകേഷ് എന്ന് സംഭവിച്ചത്. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. 1 ലക്ഷം രൂപ ചോദിച്ചു, എന്റെ മോൾക്ക് പഠിക്കണം, എന്റെ മോൾക്ക് അഡ്മിഷൻ. മുകേഷ് ഞാനും തരണം, നിങ്ങളുടെ മകൾക്ക് പഠിക്കണം, നിങ്ങൾ തരണം, ഇല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും. അപ്പൊ ഇപ്പോഴാണെങ്കിൽ 1 ലക്ഷം രൂപ, കുറച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ചോദിക്കുന്നു. ഇത് നിങ്ങൾ ആലോചിച്ചു, ഒരു ദിവസം നിങ്ങൾക്ക് ഒരു കോൾ വരും. ഇവിടെ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഒരു കോൾ വരും. പണ്ട് നിങ്ങളെ പരിചയമോ പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളെ വിളിച്ച് പറയുകയാണ്, എനിക്ക് ജീവിതത്തിൽ കുറച്ച് കാശിന്റെ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ആ ബുദ്ധിമുട്ട് കാണാൻ ഇല്ലെന്ന് പറയുന്നില്ല. എനിക്ക് നിങ്ങൾ 1 ലക്ഷം രൂപ തരണം. എക്സ്റ്റോർഷൻ, കറക്റ്റ്, അതാണ് എക്സ്റ്റോർഷൻ. അതിനെതിരെയൊക്കെ MRF ഒരാളിലേക്ക് വരാം. 1 ലക്ഷം രൂപ തരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും. ആ പരാതി കൊടുത്ത വ്യക്തിയുടെ പേര് ഇപ്പം പോലും എനിക്ക് പറയാൻ കഴിയില്ല. കോടതി ശ്രീ മുകേഷിന് ജാമ്യം കൊടുത്തു. ഒരുപക്ഷെ എല്ലാവർക്കും അത് തെളിവുണ്ടായി. നമ്മുടെ മുഖ്യമന്ത്രിക്കടക്കം കൺവിൻസ്ഡ് ആയി. അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും MLA ഇരിക്കുന്നത്. ആ വ്യക്തിയുടെ പേര് പറയാൻ പോലും കഴിയില്ല. പെരുമ്പാവൂർ MLA ശ്രീ നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ 49 കേസുകളിൽ പ്രതിയായ 49 ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം ഓർക്കണം. 49 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആ സ്ത്രീയുടെ പേര് പോലും പറയാൻ കഴിയില്ല. 14 പേർക്കെതിരെ വന്ന് വ്യാജ ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിച്ചു പോയ ശ്രീ സിദ്ദിഖിനെതിരെ കുടുക്കിയ ആ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് പോലും പറയാൻ കഴിയില്ല. ഞങ്ങൾ ഇതിന്റെ അവസാനം ഈ വ്യക്തി ചൈനയിൽ പഠിച്ച ഹിസ്റ്ററി എടുത്തു. ചൈന മഹാരാജ്യം ഈ പെൺകുട്ടിയെ സ്വഭാവ ദൂഷ്യത്തിന് വേണ്ടി പുറത്താക്കിയതാണ്. ബാക്കി പെൺകുട്ടികളോട് അനീതി ചെയ്തു, അവരുടെ മോശം വീഡിയോസും മറ്റും എടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഈ വ്യക്തിയെ ചൈന മഹാരാജ്യം, ഇന്ത്യ പോലുമല്ല മറ്റൊരു രാജ്യം പുറത്താക്കിയ വ്യക്തിയാണ്. ആരാണെന്ന് പോലും പറയാൻ കഴിയില്ല. പക്ഷേ ശ്രീ സിദ്ദിഖിന് നഷ്ടം. അദ്ദേഹത്തിന് മോനും കൊച്ചുമോനും കിട്ടേണ്ട കാശ.
ചെറിയ എമൗണ്ട് ഒന്നും അല്ല. നിങ്ങൾക്ക് വാദിക്കുമ്പോൾ അറിയായിരിക്കും, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോകാൻ അത്രയും എമൗണ്ടും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. ഇതെന്തുകൊണ്ടാണ്? ഇപ്പൊ അത്രയും കാര്യങ്ങളിൽ സ്ട്രക്ചറലി ഫൈറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് നമ്മുടെ MRF, മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ. ഓക്കെ, ആദ്യം ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അത് പറഞ്ഞില്ല, ഞങ്ങളുടെ വാക്കുകൾ ശ്രമിക്കാനായിട്ടെങ്കിലും നമ്മളിവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പലപ്പോഴും പുരുഷന്റെ ശബ്ദം ശരിയായി കേൾക്കാൻ പോലും വരും തയ്യാറാകാറില്ല. അതിൽ നിന്ന് ഞങ്ങളുടെ സംഘടനയെ കുറിച്ച് പറഞ്ഞുതരാം. മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ തൃശ്ശൂർ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടനയാണ്. മൂന്ന് വർഷമായി ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ട്. ഞാനതിന്റെ പ്രസിഡന്റാണ്. എൻ്റെ പേര് ജോയ് ആർക്കൽ. മറ്റ് വേറെ 1-2 സംഘടനകളും പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവരുമായിട്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു അഫിലിയേഷൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നുണ്ട്. എന്തുകൊണ്ട് ഈ സംഘടന രൂപീകരിക്കേണ്ടി വന്നു? നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ പലപ്പോഴും പുരുഷന് ഒരു വ്യത്യസ്തമായ നീതിയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ അനുവദിച്ചിട്ടിരിക്കുന്നത്. ഒരു രണ്ടാംകിട പൗരൻ എന്നുള്ളൊരു സ്റ്റാറ്റസിലാണ് നമ്മുടെ പുരുഷന്മാര് ജീവിക്കുന്നത്. പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പക്ഷെ അത് ബോധ്യപ്പെട്ടു പോകണമെന്നില്ല. നമ്മുടെ ആടുജീവിതത്തില് ബെന്യാമിൻ പറഞ്ഞ പോലെ നമുക്ക് അനുഭവമില്ലാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകളാണ്. നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ ഞങ്ങളെ സംഘടനയുമായി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ വന്ന് ഞങ്ങളുടെ സംഘടനാ അംഗങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ്. പല കഥകളും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. നിങ്ങൾക്ക് ഒരുപക്ഷെ പരമ്പരകളായിട്ട് നടത്താവുന്ന കണ്ടന്റ്, അത്രമാത്രം കണ്ടന്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്നുള്ളത്. നമുക്ക് ഈ അടുത്തുണ്ടായ വളരെ പെട്ടെന്ന് പറയാവുന്ന ഒരു ഉദാഹരണമാണ്. ഈ അടുത്ത് ഒരു സ്ത്രീയെ, വീട്ടുവേലക്കാരിനെ പോലീസ് കൊണ്ടുപോയി 15-16 മണിക്കൂർ സ്റ്റേഷനിൽ പാർപ്പിച്ചു, കസ്റ്റഡിയിലെടുത്തു. ആ സ്ത്രീക്ക് വേണ്ടി സോഷ്യൽ മീഡിയ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പൊതുമാധ്യമങ്ങളെല്ലാം വളരെ ആവേശത്തോടു കൂടി തന്നെ അതിന് നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തി. താങ്ക് യു, അത് വേണം, അത് തന്നെയാണ് വേണ്ടത്, അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ അതോടൊപ്പം ഇവിടെ ഒരു പയ്യന്, 19 വയസ്സുള്ള ഒരു പയ്യന്, ശ്രീനാഥ് എന്ന പേരുള്ള ഒരു പയ്യനെ പോലീസ് ചെറുകിടടിച്ച് പൊട്ടിച്ചിട്ട് 35 ദിവസം ജയിലിലിട്ടു. പോക്സോ കേസും പറഞ്ഞിട്ടാണ് ഇട്ടത്. ആ DNA ടെസ്റ്റ് കൊടുത്തിട്ട് ആ പയ്യനെ വിടുതൽ ചെയ്തത്. യാതൊരു തെളിവില്ല. ആ പയ്യൻ പലതവണ പറഞ്ഞു ഞാനല്ല അതിന് ഉത്തരവാദി. ആരാണ് പോലീസിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ? ആ സ്ത്രീക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ? ഷീല സണ്ണി എന്ന് പറയുന്ന ചാലക്കുടിയിലെ ഒരു ലേഡിയുടെ ബാഗിലോ മറ്റോ മയക്കുമരുന്ന് വെച്ച് ആ സ്ത്രീനെ പിടിപ്പിച്ചു. തെറ്റാണ് ചെയ്തത്, ക്രൈമാണത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ അതേപോലെ തന്നെ ഇടുക്കിയില് ഒരു വ്യക്തിയുടെ ബൈക്കിനുള്ളിൽ, സ്കൂട്ടറിനുള്ളിൽ സ്വന്തം ഭാര്യ മയക്കുമരുന്ന് വെച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തെ പിടിപ്പിച്ചു. പക്ഷെ ഇദ്ദേഹത്തിന്റെ സംസാരം അല്ലെങ്കിൽ പിന്നീട് ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായതിൽ എന്തോ കളകളി നടന്നിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തു വന്നപ്പോൾ സ്വന്തം ഭാര്യയാണെന്ന് അറിഞ്ഞു. ഈ ഭാര്യയ്ക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തു. ഷീല സണ്ണിയുടെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട വ്യക്തിയെ വിദേശത്ത് പോയി അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓർഡർ ഉണ്ട് ഇപ്പോൾ. എന്നാൽ അതേ കുറ്റം തന്നെ ചെയ്ത ഒരു പുരുഷനെതിരെ കുറ്റം ചെയ്ത സ്ത്രീക്കെതിരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. ഇവിടെ പോക്സോ കേസില് 7 വർഷം കൽപ്പറ്റ, വയനാട് കൽപ്പറ്റയിൽ ഒരു അച്ഛൻ ജയിലിൽ കിടന്നു. രണ്ടാനമ്മ ആണ്, അതായത് ഈ രണ്ടാനമ്മ മീൻസ് ഈ വ്യക്തിയുടെ രണ്ടാം ഭാര്യയായിരുന്നു ആ പോക്സോ കേസ് ഫാബ്രിക്കേറ്റ് ചെയ്തത്. 7 വർഷം കിടന്നു. ഹൈക്കോടതിയുടെ മുന്നിലെത്തിയപ്പോ ഹൈക്കോടതിക്ക് ബോധ്യപ്പെടാണ് ഇതിലെന്തോ കള്ളക്കളി നടന്നു വന്നപ്പോ ഒരു അമിക്കസ് ക്യൂറിയെ ഹൈക്കോടതി നിയോഗിക്കാണ്. ഒരു ലേഡി വക്കീലായിട്ടുള്ള അമിക്കസ് ക്യൂറി, അവരുടെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ തരാം. അവര് നേരിട്ട് ചെന്ന് അന്വേഷിച്ച് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു, ഇത് വ്യാജ കേസാണ്. 7 വർഷമാണ് ആ മനുഷ്യന് ജീവിതത്തിൽ നിന്ന് പോയത്. നിങ്ങൾ ഈ അടുത്ത് വേറൊരു കേസ് കൂടെ കേട്ട് കാണും. ഒരു ലേഡി പള്ളിയിൽ വന്നിട്ട് ഒരു കുറ്റസമ്മതം നടത്തി. ഞാൻ പറഞ്ഞത് ഒരു തെറ്റായ ഒരു ആരോപണമായിരുന്നു. വ്യാജ പീഡന പരാതി കൊടുത്തു. എന്നെ കയറി പിടിച്ചെന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരു അധ്യാപകന്റെ, ആ അധ്യാപകന്റെ ജോലി പോയി, സ്ഥാപനം അടച്ചുപൂട്ടി, വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു പോക്സോ കേസിൽ കോടതി ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സമൂഹത്തില് ഇത് പോക്സോ അല്ല, സോറി, ഈ അധ്യാപകന്റെ കേസ് പോക്സോ അല്ല, വ്യാജ പീഡന പരാതിയായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അത് അവിടെ പുരുഷന് ഒരു വിധത്തിലുള്ള നീതിയും സ്ത്രീക്ക് മറ്റൊരു നീതിയും വരുന്നു.
ഞങ്ങളുടെ സംഘടന അങ്ങനെയുള്ള കാര്യങ്ങളിൽ പുരുഷനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് ഞങ്ങൾക്കില്ല. തെറ്റ് ചെയ്യുന്നവർ ഒരു നിലയ്ക്കും സംഘടന സപ്പോർട്ട് ചെയ്യാനോ, കാരണം ഞങ്ങൾക്ക് അങ്ങനെയും വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ട് അറിയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തവർ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ പലപ്പോഴും റേറ്റിങ്ങിന് വേണ്ടിയാണ് ഇത് നടത്തുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു സാമൂഹിക നീതി ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ നിങ്ങളെയും കൂടി സപ്പോർട്ട് ഉണ്ടായാലേ തന്നെ നടക്കും. ഒരു സംഘടനയ്ക്കും അല്ലാതെ ഒറ്റയ്ക്കൊന്നും ഫൈറ്റ് ചെയ്ത് ഇവിടെ വിജയിച്ചു വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് കുടുംബ കോടതികളിൽ നടക്കുന്ന കാര്യങ്ങൾ. കുടുംബ കോടതികളിൽ ഇന്ന് കോടതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞ വാക്കിനെ എടുത്തു പറയുകയാണെങ്കിൽ ഇന്ന് ഈ വ്യാജ പരാതികൾക്കെതിരെ പെർജുറി ആക്ട് പ്രകാരം കേസെടുക്കാൻ തുടങ്ങിയാൽ ഇവിടെ കേസുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് വിൽ ഓപ്പൺ എ ഫ്ലഡ് ഗേറ്റ്. ആ കോടതി തന്നെ എന്തുകൊണ്ട് ഈ കുത്തൊഴുക്കിനെ തടയാൻ തക്ക രീതിയിലുള്ള യാതൊരു നടപടികളും എടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഇന്ന് കേരളത്തിൽ 35 കുടുംബ കോടതികളുണ്ട്. ഒരു കുടുംബ കോടതിയിൽ 3000 കേസുകൾ വീതം കെട്ടിവെടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു കേസ് ഒരു പുരുഷൻ നടത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 25,000 റുപ്പീസ്, വളരെ ചുരുങ്ങിയ റേറ്റാണ് ഞാൻ പറയുന്നത്. ഫാമിലി കോടതിയിൽ ഒരു പുരുഷനെതിരെ കേസ് വന്നാൽ ഏറ്റവും ചുരുങ്ങിയ ഒരു 4 കേസിന് ഇതൊരു പാക്കേജാണ്. അതൊരു 498 വരും, ഒരു DV കേസ് വരും, ഒരു മെയിൻ്റനൻസ് കേസ് വരും, അല്ലെങ്കിൽ ഒരു 3-4 കേസ് വരും. ഈ 4 കേസുകളും ഓരോ തവണയും അവൻ പ്രസന്റ് ആയിരിക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വക കേസുകൾ നമ്മൾ മറ്റു കേസുകൾ ക്രിമിനൽ കേസുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പൊ ഞാൻ നിങ്ങളെ വന്ന് വീട്ടിൽ കയറി തല്ലി കഴിഞ്ഞാലേ ഭവനവേദനം, അക്രമം, അസഭ്യം പറഞ്ഞു, ഓക്കെ, ഇതിനെല്ലാം കൂടിയിട്ട് ഒരു FIR ഇട്ട് 4 വകുപ്പുകളും ചേർത്ത് നിങ്ങൾക്ക് ഒരു തവണ പ്രസന്റ് ചെയ്യാൻ മതി. എന്നാൽ കുടുംബ കോടതിയിൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ ഓരോ തവണയും നിങ്ങൾ ഓരോ കേസിൽ പ്രസന്റ് ചെയ്യണം. ഇതിന് ഓരോന്നിനും വക്കീലിന് കാശ് കൊടുക്കണം. അപ്പൊ ഒരു 1 lakh ഒരു കേസിന് ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ 30,000 കേസുകൾ എടുക്കുന്നു ഒരു കോടതിയിൽ. 35 കുടുംബ കോടതികളുണ്ട്. ഇത് എത്ര വലിയൊരു സ്കാം ആണ് എന്നുള്ളത് മനസ്സിലാവും. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്ന് കണക്കൂടി നോക്കൂ. ഞാൻ കുടുംബ കോടതിയിലെ കേസ് മാത്രമാണ് പറയുന്നത്. 498 പോലെയുള്ള ക്രിമിനൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ ഉള്ളത് വേറെയാണ്. കേരള ബഡ്ജറ്റിനോളം തന്നെ വലിയ ഒരു എന്താ പറയുക, ഒരു പാരലൽ എക്കണോമി അല്ലെങ്കിൽ ഒരു എക്സ്ട്രോഷൻ അവിടെ നടക്കുന്നുണ്ട്. അധ്വാനിച്ചു കൂട്ടുന്ന പുരുഷൻ അവന്റെ ജീവിതകാലയളവ് 10-40 വയസ്സ് വരെയാണ് ഒരു മനുഷ്യന് നല്ല രീതിയിൽ അധ്വാനിക്കാൻ പറ്റുന്നത്. 40 വയസ്സാകുമ്പോൾ അവനെതിരെ ഒരു കേസും കൊടുത്തു കഴിഞ്ഞിട്ട് അലുമിനി ആയിട്ട് 40 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം, 1 കോടി, 2 കോടി അവന്റെ കപ്പാസിറ്റി അനുസരിച്ച് ചോദിക്കുകയാണ്. പിടിച്ചു വാങ്ങാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ഉള്ളിത്തൊണ്ട് അവനെ അത് സമയമായി അവനെ പിടിച്ച് പുറത്താക്കി, വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇത് ഞാൻ പറയുന്നത് വെറും കെട്ടുകഥകളല്ല, ഞങ്ങളുടെ കയ്യിൽ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. നാളെ ഞങ്ങളുടെ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. നിങ്ങളെല്ലാവരെയും ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ദയവായി നമ്മുടെ അയ്യന്തോട് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അവിടെ ബാങ്കാണ്, പ്രൈവറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. എൻ്റെ മുകളിലെ 2nd ഫ്ലോറിലാണ് മീറ്റിംഗ്. ഞങ്ങളുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നു. ശ്രീ രാഹുൽ ഈശ്വർ മുഖ്യാതിഥിയാണ്. ഒരുപക്ഷെ നാളെ ഞാനായിരിക്കണമെന്നില്ല പ്രസിഡന്റ്. വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നാളെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും അതിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ പുരുഷനോടും കൂടുതൽ അല്പം ദയ നിങ്ങൾ കാണിക്കണം കൂടെ ഞാൻ അപേക്ഷിക്കുകയാണ്. കൂടുതൽ വേറെ ഞങ്ങൾക്ക് ഫേവർ ഒന്നും ചെയ്യണ്ട, തുല്യമായ ഒരു ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള ബേസിൽ നിങ്ങൾ കാര്യങ്ങളെ അവതരിപ്പിക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്. ഒരു കാര്യം കൂടെ, കുട്ടികൾ വിളിക്കുകയാണ്. അദ്ദേഹം ഒരു പോയിന്റ് പറയാൻ പറഞ്ഞു. അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വന്ന് പറയണമെന്നുണ്ട്, ഞങ്ങൾ വന്ന് പറയണമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹത്തിന്റെ കേസിൽ പ്രഥമ ദൃഷ്ടിയാ സംശയം ഉണ്ടെന്ന് സുപ്രീം കോടതി സൂചിപ്പിച്ചിരുന്നു. സുപ്രീം കോടതി വാക്കാൽ സൂചിപ്പിച്ചിരുന്നു. ഈ കേസ് നിലനിൽക്കില്ല, ഈ കേസിൽ പ്രഥമ ദൃഷ്ടിയാ തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. 2, ഇദ്ദേഹത്തിന് കൊടുത്ത ബെയില് ഒരു കണ്ടീഷനും ഇല്ലാത്ത ബെയിലാണ്. പക്ഷെ കുട്ടികൾ ജയന്ദ്രൻജി കൂടെ കേൾക്കാനാണ്. വൈഫ് സെറീനയുണ്ട്, സെറീനയെ കൂടെ ഞങ്ങൾക്ക് ആദരിക്കണമെന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് പറയാൻ പേടിയാണ്. അതിനൊരു കാര്യം എന്താ അറിയോ, കഴിഞ്ഞ തവണ സുപ്രീം കോടതിയിൽ ബെയിൽ ഹിയറിംഗ് നടന്നപ്പോ രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ് മീറ്റ് വിളിച്ചു കേരളത്തിന്റെ അഡ്വക്കേറ്റ് അടിച്ചെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതായത് പറയാനൊന്നുമില്ല.
നിങ്ങൾ വിശ്വസിക്കില്ല. അതായത് രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ് മീറ്റ് വിളിച്ച് ലീഗൽ പ്രോസസ്സിൽ ഇന്റർഫിയർ ചെയ്യാൻ ശ്രമിച്ചു, അതുകൊണ്ട് ജാമ്യം കൊടുക്കരുതെന്ന് വരെ കേരളത്തിന്റെ അഡ്വക്കേറ്റ് എവിടെ നിന്ന് പറഞ്ഞു. ഇനി അത് അഡ്വക്കേറ്റിന്റെ തെറ്റല്ല, അത് പറഞ്ഞില്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും? അത് എന്തുകൊണ്ട് പറയാത്തതെന്ന് പറഞ്ഞാണെങ്കിൽ ഈ സ്ത്രീക്ക് പരാതി കൊടുക്കാൻ കഴിയും. കാര്യം അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീക്ക് നഷ്ടപ്പെടാനും ഒന്നുമില്ല. എന്തുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടില്ല, അതിജീവിതയുടെ കൂടെ നിന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇതിന്റെ പ്രശ്നം, ഇതിന്റെ സീരിയസ് ഇഷ്യൂ എന്ന് പറഞ്ഞപ്പോ ഉദാഹരണം നമ്മുടെ ശ്രീ സിദ്ദിഖിന്റെ കേസ്, ഈ കോടതികളുടെ കാര്യം കൂടിയാണ്. ഞാൻ നിയമ വിദ്യാർത്ഥിയും അഭിഭാഷകനും കൂടി ആയതുകൊണ്ടാണ്. നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവരെ സർവൈവർ എന്ന് വിളിക്കും. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ സർവൈവർ എന്നാണ് വിളിക്കുക. അപ്പൊ ഫോൾസ് കേസ് ആണെങ്കിലോ, നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടി സർവൈവർ ആണ്, അവൾ അതിജീവിതയാണ്, അവൾ പരാതിക്കാരിയും ആരോപിതനുമല്ലേ. പക്ഷെ പരാതിക്കാരി എന്ന വാക്ക് മാറ്റി സർവൈവർ എന്ന വാക്ക് കോടതികൾ പോലും ഉപയോഗിച്ചു കൊടുക്കുമ്പോഴുള്ള പ്രശ്നം, ഇറ്റ് ഈസ് പ്രിസംപ്ഷൻ ഓഫ് ഗിൽറ്റ്, അല്ലെങ്കിൽ മറ്റേയാള് തെറ്റുകാരനാണെന്ന് ഓൾറെഡി വിധി എഴുതി കഴിഞ്ഞു. അതിന്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അതായത് ആ വ്യക്തി പരാതി ശരിയോ തെറ്റോ എന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ അതിജീവിതയാണ് എന്ന് നമ്മൾ മുദ്ര കുത്തി കഴിഞ്ഞാൽ ഓൾറെഡി മറ്റേയാള് തെറ്റാണ് എന്ന ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഇംപ്ലൈഡ് ആയിട്ടുള്ള നിലപാട് കോടതികൾ അടക്കം പറഞ്ഞു കഴിഞ്ഞു. ശ്രീ സിദ്ദിഖിന്റെ അടക്കമുള്ള കേസിൽ കോടതി എന്ന് പറയുന്നുണ്ട് സർവൈവറെ എങ്ങനെ പറയുന്നത്. അതെങ്ങനെ സർവൈവറായി? സർവൈവർ ആണെങ്കിൽ പോലീസ് അന്വേഷണം വേണ്ടേ? ഈ സാധനം നടന്നു എന്ന് തെളിയണ്ടേ? അതൊന്നും വേണ്ട. ഇപ്പൊ സീരിയസ് ലീഗൽ ഇഷ്യൂസ് ആണ്. മീഡിയക്കാരാണ് ഈ അതിജീവിത സർവൈവർ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ കോടതിയുടെ വിധിന്യായങ്ങളിൽ, പറച്ചിലല്ല, വിധിന്യായങ്ങളിൽ എഴുതി വെക്കുന്നത് സർവൈവർ എന്നാണ്. അതെങ്ങനെ സർവൈവറായി? കംപ്ലൈന്റ് അല്ലേ? ഇപ്പൊ സരിത സർവൈവറാണ്, അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ആൾ സർവൈവറാണ്. പക്ഷെ അവരെ അഡ്രസ് ചെയ്യുന്നത് സർവൈവർ എന്നാണ്. ഇപ്പൊ എനിക്ക് എന്തുകൊണ്ടാണ് സരിതയുടെ പേര് പറയാൻ കഴിയുന്നത്? ആ കോടതി വിധി കഴിഞ്ഞു, കോടതി ശ്രീ ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിവിൻ പോളിയുടെ ആ കേസ് കൊടുത്ത പെൺകുട്ടിയുടെ പേര് എനിക്ക് പറയാൻ കഴിയില്ല. കാര്യം എന്തുകൊണ്ടെന്നറിയോ? പോലീസ് ആ വ്യാജ പരാതിയാണെന്ന് പറഞ്ഞു, നിവിൻ പോളിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു. അപ്പൊ അവർ നിവിൻ പോളിയോടുകൂടെ പെട്ട ബാക്കി 6 പേരുണ്ട്, അവർക്കെതിരെ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് അന്വേഷണം നടക്കാനാണ്? അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയുടെ പേര് പറയാൻ പറ്റില്ല. എത്രമാത്രം അൺഫെയർ ആണെന്ന് നമുക്ക് മനസ്സിലാവണം. അവിടെയാണ് ശ്രീ ജോയി അടക്കമുള്ളവർ, 2-3 പ്രമുഖ പുരുഷ സംഘടനകളുടെ ദേശീയ തലത്തിൽ ദീപിക ഭരദ്വാജ് അടക്കമുള്ള സ്ത്രീകൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ പറയുകയുണ്ടായി, സെറീന കുട്ടികൾ ജനറലിന്റെ വൈഫ്, അവർ വളരെ ശക്തമായ പിന്തുണ കൊടുക്കുന്നു. അപ്പം നാളെ നിങ്ങൾ പറ്റുമെങ്കിൽ വരിക, അത്തരം പുരുഷ സംഘടനകളുടെയും കൂടെ വിഷമങ്ങളും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും വരണം. ആർക്കും ഇത് സംഭവിക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ മാധ്യമരംഗത്ത് നിൽക്കുന്ന ഒരാളുടെ അനുഭവം കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുക. ഞങ്ങളെല്ലാം, ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, കേരളം മുഴുവൻ ഇന്ത്യയുടെ നാഷണൽ ചാനൽ പോകുമ്പോൾ സൂചിപ്പിക്കാറുണ്ട്. ഞാനൊക്കെ അത്യാവശ്യം പത്രങ്ങളുമായി ബന്ധപ്പെട്ട് തുടങ്ങുമ്പോൾ ഞങ്ങൾ ഏറ്റവും ബഹുമാനിച്ചിരുന്ന ആളാണ് ദ ഹിന്ദുവിന്റെ ഗൗരിദാസൻ നായർ സാർ. ഹിന്ദു അലങ്കാരമായി പറഞ്ഞ ഗൗരിദാസൻ നായർ സാർ താഴെ വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേളിലടിച്ച് നിൽക്കുമായിരുന്നു. പണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ യങ്സ്റ്റേഴ്സിന് അറിയാമെന്നറിയില്ല, വെറുതെ ഹിന്ദു ഗൗരിദാസൻ നോക്കിയാൽ ഏറ്റവും പവർഫുൾ ആയ, നന്നായിട്ട് ഇംഗ്ലീഷും മലയാളവും ഒക്കെ പറയുന്ന, ഏറ്റവും റെസ്പെക്റ്റഡ് ആയ, ഹിന്ദുവിന്റെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ, ജേർണലിസ്റ്റ്, എഡിറ്റർ ലെവലിലുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നു. ആ പരാതി പോലും വന്നില്ല കേട്ടോ, ബ്ലോഗ് ഒരാൾ എഴുതി. ആ ബ്ലോഗിൽ എഴുതിയിരിക്കുന്നത് പുള്ളി എനിക്ക് നേരെ അഡ്വാൻസ് ചെയ്തു എന്നാണ്. ഇത്രയാണ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അഡ്വാൻസ് ചെയ്തു, പേര് പോലും എഴുതിയിട്ടില്ല. ആ ബ്ലോഗിന്റെ താഴെ വേറൊരാൾ വന്ന് പേരെഴുതി, ഇയാളല്ലേ എനിക്കറിയാമോ. അദ്ദേഹത്തിന് PRS എടുക്കേണ്ടി വന്നു, അദ്ദേഹത്തിന്റെ കരിയർ തീർന്നു, അദ്ദേഹം പൊതുപരിപാടികളിൽ നിന്ന് മാറി. ആ വ്യക്തിയെ കുറിച്ച് ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ പറ്റുന്നത്? ഒരു ആരോപണം വന്നൊന്നുമല്ല, അഡ്വാൻസ് ചെയ്തു എന്നാണ് തോന്നുന്നത്. ഒരാളുടെ കരിയർ പോവാണ്. ആ വ്യക്തിയുടെ, എനിക്ക് അദ്ദേഹത്തിന്റെ മകനെ അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യം. ഇതുപോലെ എത്രയോ പേരുടെ അവരുടെ ജീവിതവും കരിയറും ഒരു വ്യാജ ആരോപണത്തിന്റെ പേരിൽ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ദയവായി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം ഞങ്ങളോട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറയുന്നവരെങ്കിലും. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീയോട് പത്രക്കാരെ എന്ത് ചോദിച്ചു? നിങ്ങൾ പറഞ്ഞ ഡേറ്റ് കള്ളമാണെന്ന് തെളിഞ്ഞല്ലോ. ഡിസംബർ 14, 15, 16 നിവിൻ പോളി കൊച്ചിയിൽ ഉണ്ടായിരുന്നു, ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി വളരെ കൗതുകമാണ്. ഞാൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് പറഞ്ഞത് മാറിപ്പോയതാണ്. നിങ്ങൾ കേട്ട് കാണും, ഞാൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് പറഞ്ഞത് വളരെ സിമ്പിൾ ആണ്. ഞാൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് പറഞ്ഞത് മാറിപ്പോയതാണ്. എന്ന് പറഞ്ഞിട്ടും ആ വ്യക്തിക്കെതിരെ ഒരു കേസോ പരാതിയോ ഇല്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യമല്ല. അതായത് വ്യാജ പരാതി കൊടുത്തു എന്ന് പോലീസ്, അതായത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, പോലീസ് റിപ്പോർട്ട് കൊടുത്തു ഈ പെൺകുട്ടിയുടെ പരാതി വ്യാജമാണ്. ആ പെൺകുട്ടിക്കെതിരെ ഒരു കേസോ കാര്യം ഇല്ല. അപ്പൊ എത്ര അൺഫെയർ ആണെന്ന് നോക്കണം.
അവിടെയാണ് ഉമ്മൻചാണ്ടി സാറിനാണെങ്കിലും നിവിൻ പോളിക്കാണെങ്കിലും എൽദോസ് കുന്നപ്പള്ളിക്കാണെങ്കിലും മുകേഷിനാണെങ്കിലും നാളെ ശ്രീ സിദ്ദിഖിനാണെങ്കിലും ബാക്കി ഏത് വ്യക്തിക്കാണെങ്കിലും ഈ വ്യാജാരോപണങ്ങളുടെ പേരിൽ ഒരാളുടെ ജീവിതം ഇല്ലാതാകുകയാണ്. ഇപ്പൊ അപ്പുറത്ത് കുട്ടികൾ ജയന്ദ്രൻ നിൽക്കുന്നത് പോലെ തന്നെ ഫോണിൽ പുള്ളി കേട്ടോണ്ടിരിക്കുകയാണ്. നിൽക്കുന്ന പോലെ ഞാൻ ശ്രീ സിദ്ദിഖിനോട് പറഞ്ഞു, ശ്രീ ദിലീപിനോട് പറഞ്ഞു, നിങ്ങൾ നിരപരാധിയാണെന്ന് പറ. പത്രക്കാരൻ നിങ്ങളുടെ ചുറ്റും കൂടെ നിന്ന് ചോദിക്കുകയാണ്, ശ്രീ സിദ്ദിഖിനെ മ്യൂസിയം സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ പത്രക്കാർ നിങ്ങൾ എപ്പോഴാണ് ആ കുട്ടിയെ പിടിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാം. ശരിയാണ്, ഞാൻ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഇനി അതിന്റെ പേരിൽ എന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യുന്ന, ഞാൻ നിരപരാധിയാണെന്ന് പറയാൻ പോലും മടിക്കുന്ന അവകാശമില്ല. ഞാൻ നിരപരാധിയാണെന്ന് വ്യക്തിക്ക് പറയാൻ പോലും അവകാശമില്ലാത്ത അവസ്ഥയാണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് തൊട്ടതാണ്. നിങ്ങൾ പക്ഷേ രണ്ടു കുട്ടികളെ എത്ര സമയത്താ? നാളെ 10:30 ഈ ജില്ലാ ജനറൽ കൂടിയാണോ? അതെ, അല്ലല്ല, സ്റ്റേറ്റ് ജനറൽ കൂടി. സ്റ്റേറ്റ് ജനറൽ എത്ര പേര് പങ്കെടുക്കുന്നത്? അത് ഞങ്ങളൊരു 40 ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നത്. 40 ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൂടുതലുണ്ടോ കുറവുണ്ടോ? ഞങ്ങളുടെ ഏതെങ്കിലും വ്യക്തികൾക്ക് അങ്ങനെ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവർ വന്നാൽ ഞങ്ങൾ ഒരു മെന്ററിംഗ് ഓറിയന്റേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രംഗത്ത് ഈ വ്യാജ പരാതി വേണ്ടവർക്ക് ആദ്യം വേണ്ടത് എന്താ പറയുക, ഒരു സപ്പോർട്ടാണ്, ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്. അതാണ് നമ്മൾ ഒരു നിമിഷം ഒന്ന് പതറും, എന്ത് ചെയ്യുമെന്ന് അറിയാതെ പതറും. അത് എനിക്ക് അറിയാവുന്നത് ഞാനും തത്വത്തിന്റെ ബേസിലൊന്നുമല്ല. ഞാൻ ശബരിമലയ്ക്ക് വെച്ച് പോരാടിക്കൊണ്ടിരുന്നപ്പോ ഒരു സ്ത്രീ വ്യാജമായിട്ട് പേര് പോലും വെക്കാതെ ഫേസ്ബുക്കിൽ എഴുതി, ഇയാൾ എന്നെ മോശം വീഡിയോ കാണാൻ പ്രേരിപ്പിച്ചു. എനിക്കെതിരെ ഒരു മീറ്റു ആരോപണം വന്നതാണ്, ആനന്ദ പോലുമില്ല. ഇയാൾ എന്നെ, എനിക്ക് ഇപ്പൊ അറിയാം, അത് ഞാൻ ലോയർ അല്ല, ഇപ്പൊ അറിയാം അതൊരു വകുപ്പ് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. പെൺകുട്ടിയെ നഗ്ന വീഡിയോസ് കാണാൻ പ്രേരിപ്പിച്ചാൽ അതിനൊരു കേസുണ്ട്. ഇത് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. എന്റെ വീട്ടിലൊക്കെ 7-8 പേരുണ്ട്. ഞാനൊന്ന് പതറി, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷനാണ്, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ എന്റെ ഭാഗ്യത്തിന് എന്റെ അമ്മ, എന്റെ വൈഫ്, വീട്ടുകാരൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അവര് വന്ന് പ്രസ് മീറ്റ് വിളിച്ചു. ഞങ്ങളുടെ വീട്ടിലൊക്കെ 7-8 പേർക്ക് എപ്പോഴും ഉണ്ട്. വെറുതെ ഒരു പെൺകുട്ടിയൊക്കെ പറയാണ്, എന്നെ നല്ല വീഡിയോ കാണാൻ ഒരാൾ പ്രേരിപ്പിച്ചു. അതായത് നാളെ ഞാൻ TV വന്നിരുന്നത് ശബരിമല അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് പറയാൻ കഴിയണം, കണ്ടോ ഇവ മറ്റേ വീഡിയോ കാണിക്കുന്നവരാണ്. അപ്പൊ ഈ രീതിയിൽ ആൾക്കാരെ ഡിമോറലൈസ് ചെയ്യാൻ എന്തെങ്കിലും ചോദ്യം 100% സാർ. അത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷെ അടുത്ത മാസം വിധി വരും. ആ വിധി വരുമ്പോ ആദ്യം മുതലേ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞിരുന്നതാണ് സത്യവും നിങ്ങൾക്കറിയാം. എനിക്കത് വിശ്വാസത്തിൽ പറയുന്നതാണ്, എന്താ വിധി എന്ന് എനിക്കറിയില്ല. ശ്രീ ദിലീപിനെതിരെ കടുക്കമണിയോളം അയോട്ട് ഓഫ് എവിഡൻസ് ഇല്ല. ആ അയോട്ട് ഓഫ് എവിഡൻസ് ഇല്ലാതെ ചാനലുകളിന് വേണ്ടിയാണ് പോലീസ് കേസ് നടത്തിയത്. സാധാരണ കോടതിയിലാണ് പോലീസ് കേസ് നടത്താറുള്ളത്, ഇത് ചാനലുകളിലാണ് പോലീസ് കേസ് നടത്തുന്നത്. അടുത്തിടയ്ക്ക് നിങ്ങൾ കണ്ടാണ് പൾസർ സുനി എനിക്കെതിരെ ഭീഷണിയൊക്കെ മുഴക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ ആ അതിജീവിതാന്ന് വിളിക്കുന്ന അതേ അവരതിജീവിതയാണ് കേട്ടോ. ആ കേസിൽ തർക്കമില്ല. വേറൊന്നും കൊണ്ടല്ല, ആ വ്യക്തിക്ക് മറ്റൊരാളുടെ പീഡനം ക്രൈം ഏറ്റു. അതിൽ ശ്രീ ദിലീപിനെ വ്യാജമായി കൊണ്ടുവന്നേ ഉള്ളൂ, 8ാം പ്രതിയായിട്ട് വ്യാജമായി കൊണ്ടുവന്നേ ഉള്ളൂ. നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന അഭിനേത്രിക്ക് ആക്രമണം ഏറ്റു നടത്തി ആർക്കും തർക്കമില്ല, കാര്യം അവര് തന്നെ സാക്ഷിയാണ്. പക്ഷെ ഈ 8ാം പ്രതിയെ പിന്നീട് ഗൂഢാലോചനയുടെ ഭാഗമായി മാസങ്ങൾക്ക് ശേഷമാണ് കൊണ്ടുവന്നത്. ആഴ്ചകൾക്ക് ശേഷമുള്ള മാസങ്ങൾക്ക് ശേഷമാണ് ഈ വ്യക്തിയെ കൊണ്ടുവന്നത്. അത് അടുത്ത മാസം അതിന്റെ സത്യാവസ്ഥ ഉണ്ടായി. എന്തെങ്കിലും ചോദ്യമില്ലെങ്കിൽ വളരെ നന്ദി. നേരത്തെ പറഞ്ഞ പോലെ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.